നമസ്കാരം. സോഫ്റ്റ്വെയർ, ഓട്ടോമേഷൻ, AI ഈ വാക്കുകൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ് അല്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പലർക്കും ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്ന് ഈ ടെക് ലോകത്തെ ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് പൊളിച്ചെടുക്കാം. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഇതിനുള്ള ഉത്തരം ദാ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ തന്നെയുണ്ട്. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന സാധാരണ ആപ്പുകളിൽ ഈ 3 ടെക്നോളജികളും ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഫോണിലെ കാൽക്കുലേറ്റർ, അലാറം, കീബോർഡ് ഇവയെല്ലാം കാണുമ്പോൾ എന്തോ വലിയ സ്മാർട്ട് സംഭവമാണെന്ന് തോന്നും അല്ലേ? എന്നാൽ ഇതിൽ നിങ്ങളുടെ കീബോർഡ് മാത്രമേ പുതിയ കാര്യങ്ങൾ സ്വയം പഠിക്കുന്നുള്ളൂ. മറ്റേ കാൽക്കുലേറ്ററും അലാമും എന്താ ചെയ്യുന്നത്? മുൻകൂട്ടി എഴുതിവെച്ച ചില നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുന്നു, അത്രമാത്രം. അപ്പോ ഇവയെ എങ്ങനെ തിരിച്ചറിയാം? അതിനൊരു എളുപ്പവഴിയുണ്ട്. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ആരാണ് ഇതിന്റെ നിയമങ്ങൾ എഴുതിയത്? മനുഷ്യനാണോ അതോ മെഷീൻ സ്വയം പഠിച്ചതാണോ? നമുക്ക് കോഴിക്കോട്ടെ ഒരു ബേക്കറി കഥയിലൂടെ ഇത് മനസ്സിലാക്കാം. ഈ ബേക്കറി കഥ കേൾക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും അല്ലേ? ഒന്നാമത്തേത് സോഫ്റ്റ്വെയർ, അതായത് നമ്മുടെ ക്യാഷ് രജിസ്റ്റർ. പഫ്സ് വന്നാൽ 15 രൂപ. ആ ഒരൊറ്റ നിയമം അത് പാലിക്കുന്നു. രണ്ടാമത്തേത് ഓട്ടോമേഷൻ. രാത്രി 8 മണിയാവുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജായിട്ട് അയക്കുന്നു. അതായത് പല നിയമങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു ജോലി ചെയ്യിക്കുന്നു. എന്നാൽ മൂന്നാമത്തെ ആള് AI കുറച്ച് വ്യത്യസ്തനാണ്. അവൻ പഴയ കച്ചവടത്തിന്റെ കണക്കൊക്കെ നോക്കി സ്വയം ഒരു കാര്യം കണ്ടുപിടിച്ചു. സ്കൂൾ അവധിയായാൽ പഫ്സ് കൂടുതൽ വിൽക്കും. അപ്പോൾ നിയമങ്ങൾ സ്വയം പഠിക്കുന്ന ആളാണ് AI. ഓക്കെ, അപ്പോ കഥയൊക്കെ കൊള്ളാം. ഇനി നമുക്ക് കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് കാര്യങ്ങൾ നോക്കാം. ഓരോ സിസ്റ്റവും എത്രത്തോളം പ്രഡിക്റ്റബിൾ ആണ്, അതിലും പ്രധാനമായിട്ട് ഓരോന്നും എപ്പോഴാണ്, എങ്ങനെയാണ് പണിമുടക്കുന്നത്, ഇതറിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇവയെ തിരിച്ചറിയാം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം കിടക്കുന്നത്. ഡിറ്റർമിനിസ്റ്റിക്, പ്രോബബിലിസ്റ്റിക്. പേര് കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഇൻപുട്ട് കൊടുത്താൽ എപ്പോഴും ഒരേ ഔട്ട്പുട്ട് തന്നെ കിട്ടും, ഒരു ഗ്യാരണ്ടിയുണ്ട്. എന്നാൽ പ്രോബബിലിസ്റ്റിക് അങ്ങനെയല്ല. ഒരേ ഇൻപുട്ടിന് ചിലപ്പോൾ പലതരം ഔട്ട്പുട്ടുകൾ തരാം. അതൊരു ഉറപ്പല്ല, മറിച്ച് ഏറ്റവും സാധ്യതയുള്ള ഒരു ഊഹം മാത്രമാണ്. നമുക്കിതിനെ ഒരു സുഹൃത്തുമായിട്ട് താരതമ്യം ചെയ്തു നോക്കാം അല്ലേ? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എത്ര തവണ ചോദിച്ചാലും ഒരേ ഉത്തരം കൃത്യമായി തരുന്ന ഒരു കൂട്ടുകാരനെ പോലെയാണ്. ഓട്ടോമേഷനോ അതേ ഉത്തരം തന്നെ തരും, പക്ഷേ ഇടയ്ക്ക് നെറ്റ് പോയാലോ മറ്റോ ആ പ്രോസസ്സ് ബ്രേക്കായാൽ പണി പാളും. എന്നാൽ AI അങ്ങനെയല്ല. ഓരോ തവണയും പുതിയതും ക്രിയേറ്റീവുമായ ഉത്തരം തരുന്ന ഒരു സുഹൃത്തിനു പോലെയാണ്. ചിലപ്പോൾ അവൻ പറയുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും, അത്രയ്ക്ക് അടിപൊളിയായിരിക്കും. ചിലപ്പോൾ ശുദ്ധ മണ്ടത്തരവുമായിരിക്കും. ഒരു സിസ്റ്റം എങ്ങനെയാണ് പരാജയപ്പെടുന്നത് എന്ന് നോക്കിയാൽ മതി. അതേത് ടെക്നോളജിയാണെന്ന് തിരിച്ചറിയാൻ. സോഫ്റ്റ്വെയറിൽ നിങ്ങൾ നമ്പർ കൊടുക്കേണ്ടടുത്ത് അക്ഷരം കൊടുത്താൽ അത് പറയും പറ്റില്ല, എറർ. ഓട്ടോമേഷൻ ആണെങ്കിൽ അതിന്റെ ചെയിനിലെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വർക്കായില്ലെങ്കിൽ മൊത്തത്തിൽ നിന്നുപോകും. പക്ഷേ AIയുടെ പരാജയം കുറച്ച് അപകടം പിടിച്ചതാണ്. അത് 2+2=5 ആണെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയും. ഇതിനെയാണ് ടെക്നിക്കലായി ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒരൊറ്റ ആപ്ലിക്കേഷനായ ജിമെയിൽ എടുത്തിട്ട് ഈ 3 കാര്യങ്ങളും അതിലെ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നോക്കൂ, നിങ്ങളുടെ ജിമെയിലിന്റെ ഉള്ളിൽ തന്നെ ഈ 3ഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ സെൻഡ് ബട്ടൺ അമർത്തുന്നത് ഒരു പക്കാ സോഫ്റ്റ്വെയർ പ്രവർത്തനമാണ്. ക്ലിക്ക് ചെയ്താൽ മെയിൽ പോകും. എപ്പോഴും അത് തന്നെ സംഭവിക്കുന്നു. ഇനി നിങ്ങൾ ലീവിൽ പോകുമ്പോൾ സെറ്റ് ചെയ്യുന്ന വെക്കേഷൻ റെസ്പോണ്ടറില്ലേ, അതൊരു ഓട്ടോമേഷനാണ്. അതായത് ഇന്ന ഡേറ്റിനിടയ്ക്കൊരു മെയിൽ വന്നാൽ ഈ മറുപടി അയയ്ക്കുക. അതൊരു ചെയിൻ ഓഫ് റൂൾസ് ആണ്. എന്നാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത വാക്ക് സജസ്റ്റ് ചെയ്യുന്ന സ്മാർട്ട് കമ്പോസ് ഉണ്ടല്ലോ, അതാണ് AI. കാരണം അത് കോടിക്കണക്കിന് ഇമെയിലുകൾ വായിച്ച് പഠിച്ചാണ് അടുത്ത വാക്ക് ഏതായിരിക്കുമെന്ന് വെറുതെ ഊഹിക്കുന്നത്. അപ്പോ ഈ വ്യത്യാസങ്ങളൊക്കെ അറിയുന്നത് എന്തിനാണെന്നറിയാമോ? മാർക്കറ്റിംഗ് കമ്പനികളുടെ വലിയ വാക്കുകൾ കേട്ട് നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. നമുക്ക് സാധാരണ കേൾക്കുന്ന 3 മിഥ്യാധാരണകൾ പൊഴിക്കാം. ഇതാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു ഡയലോഗ്. അൽഗോരിതം ഉണ്ടെങ്കിൽ അത് AI ആണ്. സത്യം പറഞ്ഞാൽ ഇത് 100% തെറ്റാണ്. വാസ്തവത്തിൽ ലോകത്തുള്ള എല്ലാ സോഫ്റ്റ്വെയറിലും അൽഗോരിതമുണ്ട്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ, അത്രയുള്ളൂ. പക്ഷെ AIയിലെ അൽഗോരിതം ഡേറ്റയിൽ നിന്ന് സ്വയം പഠിക്കാൻ കഴിവുള്ള ഒന്നാണ്. മറ്റുള്ളവ മനുഷ്യനെഴുതിയ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഈയൊരു വ്യത്യാസം അറിയുന്നത് വെറുതെ AI എന്ന ലേബൽ കണ്ട് കൂടുതൽ പണം കൊടുക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഓട്ടോമേഷനും AIയും ഒന്നാണെന്ന് പലരും വിചാരിക്കാറുണ്ട്. ആളുകൾ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാറുമുണ്ട്. പക്ഷേ അവ രണ്ടും രണ്ടാണ്. യഥാർത്ഥത്തിൽ
ഫാക്ടറികളിലെ റോബോട്ടുകൾ പോലുള്ള ഓട്ടോമേഷൻ നമ്മൾ ഇന്ന് കാണുന്ന AI വരുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഉള്ളതാണ്. ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത ടൂളുകളാണ്. ഇപ്പോൾ പലപ്പോഴും ഇവയെ ഒരുമിച്ചുപയോഗിക്കാറുണ്ട് എന്നതുകൊണ്ട് ഇവ ഒന്നാവുന്നില്ല. ഈ വ്യത്യാസം അറിയേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം സാധാരണയായി AI പ്രോജക്റ്റുകൾക്ക് ഓട്ടോമേഷൻ പ്രോജക്റ്റുകളെക്കാൾ കൂടുതൽ സമയവും പണവും റിസ്ക്കുമുണ്ടാകും. ഇത് നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്ന ഒരു സ്ഥിരം സംഭവമാണ്. AI വന്ന് എല്ലാത്തിനെയും റീപ്ലേസ് ചെയ്യും എന്നൊക്കെ. പക്ഷെ യാഥാർത്ഥ്യം അതിലും രസകരമാണ്. ശരിക്കുള്ള കാര്യം എന്താണെന്നാൽ സോഫ്റ്റ്വെയർ ഒരു സ്കെയിൽ പോലെയാണ്. വളരെ കൃത്യത വേണ്ട കാര്യങ്ങൾക്ക്, ഉദാഹരണത്തിന് നിങ്ങളുടെ ശമ്പളം കണക്കുകൂട്ടാൻ, സോഫ്റ്റ്വെയർ തന്നെയാണ് ബെസ്റ്റ്. AI ഒരു പെയിന്റ് ബ്രഷ് പോലെയാണ്. പുതിയ കാര്യങ്ങളുണ്ടാക്കാനും സർഗാത്മകത ആവശ്യമുള്ളിടത്തും AI തിളങ്ങും. അപ്പോൾ ഭാവി എന്നത് AI ഫസ്റ്റ് എന്നല്ല, മറിച്ച് എവിടെ സ്കെയിൽ ഉപയോഗിക്കണം, എവിടെ ബ്രഷ് ഉപയോഗിക്കണമെന്ന് തിരിച്ചറിയുന്നതിലാണ്. അപ്പോ നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഒരു സിമ്പിൾ ടൂൾ കിറ്റ് ഉണ്ടാക്കിയാലോ? നിങ്ങൾ ഏതൊരു പുതിയ ടെക് പ്രോഡക്റ്റ് കാണുമ്പോഴും ഈ ടൂൾ കിറ്റ് ഉപയോഗിക്കാം. ഈ മൂന്നേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. 1. ഇതിന്റെ നിയമങ്ങൾ ആരാണ് എഴുതിയത്? മനുഷ്യനോ അതോ മെഷീനോ? 2. ഇതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എപ്പോഴും ഒന്നായിരിക്കുമോ അതോ ഒരു ഊഹ മാത്രമാണോ? 3. ഇത് പണിമുടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു എറർ മെസ്സേജ് തരുമോ അതോ ആത്മവിശ്വാസത്തോടെ തെറ്റായ ഉത്തരം തരുമോ? ഈ 3 ചോദ്യങ്ങൾ മതി 90% ആശയക്കുഴപ്പങ്ങളും ഒഴിവാക്കാൻ. ഒരു കാര്യം കൂടി, ഭാവിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകും. AI ഏജന്റുകൾ എന്നു പറയുന്ന ഒരു പുതിയ സംഗതി വരുന്നുണ്ട്. അത് ഓട്ടോമേഷനും AIയും തമ്മിലുള്ള ഈ അതിർവരമ്പുകളെയൊക്കെ പതുക്കെ ഇല്ലാതാക്കും. ഇപ്പോൾ തന്നെ ടെക്നോളജി ഒരു സ്റ്റാക്ക് പോലെയാണ്. ഏറ്റവും താഴെ സോഫ്റ്റ്വെയർ, അതിന്റെ മുകളിൽ ഓട്ടോമേഷൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ഏറ്റവും മുകളിൽ AI. അപ്പോൾ ഞാൻ ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത തവണ നിങ്ങളൊരു ഉൽപ്പന്നത്തിൽ AI പവേർഡ് എന്ന വലിയ ലേബൽ കാണുമ്പോൾ വെറുതെ വിശ്വസിക്കരുത്. അതിനപ്പുറം നോക്കി ചോദിക്കുക, ഇതിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? സോഫ്റ്റ്വെയർ ആണോ, ഓട്ടോമേഷനാണോ, അതോ യഥാർത്ഥ AI ആണോ? അതിനുള്ള ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ടൂൾസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്.